ഗ്രഹങ്ങൾ ഏത് രാശിയിൽ നിൽക്കുന്നതനുസരിച്ച് വ്യക്തികളുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരും. അതിനെക്കുറിച്ചുള്ള വീഡിയോകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ബുധൻ ഇടവൻ രാശിയിൽ നിന്നാലുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഇടവൻ രാശി എന്ന് പറയുന്ന ഒരു സ്ഥിര രാശിയാണ്. ഈ രാശിയുടെ അധിപൻ ശുക്രനാണ്. ശുക്രനും ബുധനും മിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ നിൽക്കുമ്പോൾ ബുധന് ഒരു കംഫർട്ടബിൾ പൊസിഷൻ എന്ന് നമ്മൾ പറയാം. ഏത് ഭാവത്തിലാണെന്ന് അനുസരിച്ച് വ്യത്യാസം വരുമേ. ഇപ്പോൾ പറയുന്ന ഇവർക്ക് മണി മാനേജ്മെന്റ് ഒക്കെ നല്ലതുപോലെ അറിയാവുന്നതായിരിക്കും. പക്ഷേ ഇത് 12ാം ഭാവത്തിലാണ് വരുന്നതെങ്കിൽ എന്ത് പറ്റും? മണി ചെലവഴിക്കുന്നതിലായിരിക്കും ഇവർക്ക് താല്പര്യം കൂടുതൽ. അങ്ങനെ നമ്മൾ നോക്കണം. ബിസിനസ്സിലൊക്കെ ഇവർക്ക് നല്ലതുപോലെ വിജയിക്കാൻ പറ്റും. അതുപോലെ ഇവർ ചേഞ്ചുകൾ ജീവിതത്തിൽ ആഗ്രഹിക്കാത്തവരായിരിക്കും. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ളവർ അവർ ചേഞ്ചുകൾ ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെയുണ്ട്. പിന്നെ ഇവർ എല്ലാം ഓർഗനൈസ് ചെയ്യുന്നതിന് വളരെയധികം കഴിവുകൾ കാണും. അതുപോലെ എല്ലാം ഇവർ ഇങ്ങനെ നേതൃത്വം കൊടുക്കുന്നതിലൊക്കെ ഇവർക്ക് വളരെയധികം കഴിവുകൾ കാണും. അതുപോലെ ഇവർ ആഡംബരമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. ഈ ഭംഗിയുള്ള വസ്തുക്കളില്ലേ, അതൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ആഭരണങ്ങളും പൂക്കളും എല്ലാം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. കൂടുതൽ പേരും മയത്തിൽ കാര്യം പറയുന്നതാണ്. പക്ഷെ അടുത്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഇവർ ഭയങ്കര ദേഷ്യമുള്ളവരായിരിക്കും. അത് മറ്റുള്ള ഗ്രഹങ്ങളനുസരിച്ച് വ്യത്യാസം വരും. അതായത് ഈ ബുധൻ്റെ സ്വഭാവം കാണിക്കുമ്പോൾ ഇവർ വളരെ മയത്തിലും നല്ല ബഹുമാനത്തോടുകൂടിയൊക്കെ സംസാരിക്കുന്നവരായിരിക്കും. ഇവർക്ക് എക്സസൈസൊക്കെ ചെയ്യാൻ വളരെയധികം താല്പര്യം കാണും. ജിമ്മിലൊക്കെ പോകുന്നവരില്ലേ, അവരൊക്കെ ഈ ഇടവം രാശിയിൽ ബുധൻ നിൽക്കുന്നവരാകാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. പിന്നെ അവർ എങ്ങനെ അവരുടെ മറ്റുള്ളവരിൽ അവരെ നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, ആ ലുക്സിലൊക്കെ ഇവർ വളരെയധികം പ്രാധാന്യം കൊടുക്കും. അതായത് വളരെ ഒരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ. അപ്പോൾ ചോദിക്കുക അങ്ങനെ അല്ലാത്തവരില്ലേന്ന് പറഞ്ഞാൽ അത് മറ്റു ഗ്രഹങ്ങളുടെ ഇത് വെച്ചിട്ടാണ്. ഇപ്പോൾ 9 ഗ്രഹങ്ങളുണ്ട്. അത് 12 രാശികളിൽ നിൽക്കുമ്പോൾ, പിന്നെ 12 ഭാവങ്ങൾ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരുപാടുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമാണ് ഈ പറയുന്നത്. അപ്പോൾ കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഇതിനകത്ത് ഒത്തുവരും, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇടവത്തിൽ നിൽക്കുന്ന ബുധന് ദൃഷ്ടി, ഏതെങ്കിലും തരത്തിലുള്ള ദൃഷ്ടി, പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഫലം വേറെയായി പോവേ. അപ്പോൾ ഇത് ബുധൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ്. അപ്പോൾ അത് നല്ല ഗ്രഹങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ ഇവരുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് വളരെ മധുരതരമായിട്ട് തോന്നും. പക്ഷേ ഇതിൻ്റെ ഒപ്പം വേറെ ഗ്രഹങ്ങൾ, പാപഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഇവർ പറയുന്ന ഒന്നും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുകയില്ല. പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം പറയാൻ വരുമ്പോൾ പെട്ടെന്ന് വാക്കുകൾ കിട്ടാതെ എന്തെങ്കിലുമൊക്കെ തടസ്സം വരിക, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴും ഇങ്ങനെ സംഭവിക്കും. പെട്ടെന്ന് എന്താണ് പറയേണ്ടതെന്ന് ഓർക്കാതിരിക്കുക, അങ്ങനെയൊക്കെ വരാം. പിന്നെ ഒരു നാണം, പിന്നെ ഒന്നും സംസാരിക്കാൻ പറ്റാതെയാവുക, ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിയും വരാം. പറയാവുന്നതിലെ കാര്യങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലപ്പോൾ ഇവരങ്ങ് വിട്ടുപോകും. അങ്ങനെയും ഉണ്ട്. ഇവരെന്ത് തീരുമാനമെടുത്താലും വളരെ ചിന്തിച്ച് വളരെ പതുക്കെ ഒരുപാട് പ്രാവശ്യം ആലോചിച്ച് ഒരുപാട് ദിവസങ്ങൾ തന്നെ ആലോചിച്ചിട്ടേ എടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾ മിക്കവാറും കറക്റ്റായിട്ട് വരുന്നത്. ഇവർ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞ് ഫലിപ്പിക്കാനോ ഉള്ള ഒരു വലിയ കഴിവ് ഇവർക്ക് കാണും. അതുപോലെ ഇവർ മറ്റുള്ളവർ തങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കണം, നമുക്ക് മുൻഗണന കിട്ടണം, അങ്ങനെ ഒരു മനോസ്ഥിതി ഉള്ളവരായിരിക്കും. എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റ് ഇവരെ ഏൽപ്പിച്ചാലും അവർ വളരെയധികം അതിനകത്ത് റിസർച്ച് ചെയ്ത് അതിനകത്ത് ഒരുപാട് മോഡിഫിക്കേഷനൊക്കെ വരുത്തി നല്ല ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടേ എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തുകയുള്ളൂ. ഇവർ ഭയങ്കര കടുംപിടുത്തക്കാരായിരിക്കും. മറ്റുള്ളവരെ ചതിച്ചായാൽ പോലും അവരുടെ ആ കടുംപിടുത്തം നേടിയെടുക്കാൻ അവർ ശ്രമിക്കുന്നതായിരിക്കും. അതായത് ഇവരാണ് തെറ്റ് ചെയ്യുന്നതെങ്കിലും വളച്ചൊടിച്ച് മറ്റുള്ളവരാണ് ആ തെറ്റ് ചെയ്തതെന്ന രീതിയിൽ വരുത്തി തീർക്കാൻ ഇവർക്ക് വലിയൊരു കഴിവുണ്ട്. പലപ്പോഴും ഇവരുടെ മടിയും വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ വളരെ പതുക്കെ ആയിരിക്കും ഇവരെല്ലാം ചെയ്യുന്നത്. എന്തെങ്കിലും ഒന്നും ആരംഭിച്ച് വരാൻ വളരെയധികം സമയം ഇവർ എടുക്കും. ഇവർ നമ്മൾക്ക് ആ കാര്യത്തിലോട്ട് ഉന്തി തള്ളി വിടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരും. ഇവർ മടിച്ച് ഇങ്ങനെ നിൽക്കും എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനൊക്കെ. മിക്കപ്പോഴും ഇവരെന്തെങ്കിലും പറഞ്ഞ് അർത്ഥം വെച്ചിട്ടായിരിക്കും, അത് വേറൊരു അർത്ഥമായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുണ്ട്. എങ്ങനെയായാലും ഇവരുടെ സംഭാഷണമൊക്കെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും. മിക്കവരുടെയും സ്വരം വളരെ നല്ലതായിരിക്കും. ഇവർ ഏത് തരക്കാരോടായാലും പാവപ്പെട്ടവനോടായാലും പണക്കാരോടായാലും എല്ലാം ഒരേപോലെ പെരുമാറുന്നവരായിരിക്കും, ഒരേപോലെ ആയിരിക്കും സംസാരിക്കുന്നത്. ഇനി പ്രാക്ടിക്കലായിട്ടൊക്കെ പഠിക്കുന്ന സബ്ജക്റ്റുകളില്ലേ, അതിലൊക്കെ ആയിരിക്കും ഇവർക്ക്
താല്പര്യം. തിയറി വശത്തിനേക്കാളും അതായത് വായിച്ച് പഠിക്കുന്നതിനേക്കാളും ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് പഠിക്കുന്ന സബ്ജക്റ്റുകളിലായിരിക്കും ഇവർക്ക് താല്പര്യം കൂടുതൽ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് ഇവരെ വ്യതിചലിപ്പിക്കാൻ ആർക്കും പറ്റുകയില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ അവർ അതിനു വേണ്ടി പരിശ്രമിക്കുന്നവരായിരിക്കും. ഇവരുടെ വാദം ശരിയാണെന്ന് പറയാനും വേണ്ടി എത്ര തർക്കിക്കാനും തയ്യാറാകും. എത്ര ഹാർഷായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചാലും ഇവർ പറയുന്ന കാര്യം നേടിയെടുക്കാൻ ഇവർക്ക് പ്രത്യേക സാമർഥ്യമാണ്. മോഠ്യത്തെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇതെല്ലാം സ്വഭാവങ്ങളെല്ലാം ഒത്തിരി കൂടിയിരിക്കും. ഇവർ മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യും. അത് കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് പിന്നെ അങ്ങ് കംപ്ലൈൻറ്റുകളായിരിക്കും. കംപ്ലൈൻറ്റുകൾ ഇവരുടെ ഒരു വീക്ക്നെസ് ആണ്. കംപ്ലൈൻറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എല്ലാ കാര്യത്തിനും. കുടുംബജീവിതത്തിലായാലും ഇങ്ങനെയായിരിക്കും. അത് ഭയങ്കര പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിൽ സൃഷ്ടിക്കും. അതുപോലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൂടുതൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഇവർ പെട്ടെന്ന് അസൂയപ്പെടും. അവരുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന ഒരു സ്വഭാവവും ഇവർക്ക് കാണും. ഇത് കേൾക്കുമ്പോഴേ ഇങ്ങനെയുള്ളവരെ കല്യാണം കഴിച്ചാൽ കുടുംബജീവിതമൊക്കെ ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും അങ്ങനെയൊന്നും വിചാരിക്കരുത്. മറ്റ് ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് മൂലം ഇതെല്ലാം വേറെ വരാനുമുള്ള സാധ്യതയുണ്ട്. അത് എല്ലാ ഗ്രഹങ്ങളോട് ഇങ്ങനെ ഒരെണ്ണം കാണുമ്പോഴേ നമ്മൾ മറ്റ് ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസും കൂടി നോക്കണം. എന്നിട്ട് കൂടുതൽ പോസിറ്റീവ് ഉള്ളതോ ആണ് നമ്മൾ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ പോസിറ്റീവാണ് കൂടുതലെങ്കിൽ അത് തിരഞ്ഞെടുക്കണം. നെഗറ്റീവാണ് കൂടുതലെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യണം. അങ്ങനെയാണ് വേണ്ടത്. മറ്റുള്ളവരെ ഓവറായിട്ട് അങ്ങ് കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അത് പലതരത്തിൽ ദോഷം ചെയ്യും. എല്ലാവരും ഓരോരോ വ്യക്തിത്വങ്ങളല്ലേ. അപ്പോൾ അവർക്കും അവരുടേതായ ശരികൾ കാണും. അല്ലാതെ എല്ലാം അങ്ങ് അംഗീകരിച്ചു തരണമെന്നൊന്നും ഇല്ല. അതുപോലാണെങ്കിൽ ഇങ്ങനെ ഗമ പറഞ്ഞുകൊണ്ടിരിക്കും ഇല്ലാത്ത കാര്യങ്ങളുമൊക്കെ. നിങ്ങൾക്കില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെ ഗമ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അത് റിയലാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു പ്രയത്നം എപ്പോഴും ഇങ്ങനെ കാണും. വീട്ടിലുള്ളവരായാലും വെളിയിലുള്ളവരായാലും സുഹൃത്തുക്കളായാലും സ്നേഹിക്കുന്നവരെ ഇങ്ങനെ മനോവേദനപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാൻ ഒരു മടിയും കാണത്തില്ല, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ഒരു മടിയും കാണത്തില്ല. സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം കറക്റ്റാണെന്ന് കരുതി മറ്റുള്ളവരിലും അത് അടിച്ചേൽപ്പിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അല്ലാതെ ഇതിൻ്റെ ശരിയും തെറ്റും ചിന്തിക്കുന്നത് വളരെ കുറവായിരിക്കും. അവർ പറയുന്നതാണ് കറക്റ്റ്, മറ്റുള്ളവരെല്ലാം അനുസരിക്കണം എന്ന ഒരു ചിന്താഗതി അത് വളരെയധികം കുഴപ്പം പിടിച്ചതാണ്. ഇത് കേൾക്കുമ്പോഴേ ഞാൻ ഇങ്ങനെയല്ലേ എന്നൊന്ന് വിശകലനം ചെയ്തിട്ട് അത് കുറച്ചുകൊണ്ട് വരാനാണ് ശ്രമിക്കേണ്ടത്. അല്ല, ഒരു കുഞ്ഞുണ്ടാകുമ്പോഴേ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടേ നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ട് അതിനെ ശരിയും തെറ്റും പറഞ്ഞ്, അല്ലാതെ അവർ പറയുന്നതെല്ലാം അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഫ്യൂച്ചറിൽ വളരെയധികം കുഴപ്പങ്ങൾ വരും. അതുകൊണ്ട് ആ ശരിയും തെറ്റും മനസ്സിലാക്കിക്കാൻ ശ്രമിച്ച് കുഞ്ഞുനാളിൽ തൊട്ടേ വളർത്തുകയാണെങ്കിൽ ഇതെല്ലാം വ്യത്യാസം വരും. മാതാപിതാക്കളോ അടുത്ത ബന്ധുക്കളോ എല്ലാം അംഗീകരിച്ചു കൊടുത്തെന്ന് വരും. പക്ഷേ മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അവർ വേറൊരു സാഹചര്യത്തിൽ വളരുന്നവരാണ്. അവരും അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതായത് കൂട്ടുകെട്ടുകളൊന്നും അധികകാലമൊന്നും നീണ്ടു നിൽക്കത്തില്ല ഇങ്ങനെയുള്ള ഒരു സ്വഭാവം കാരണം. ബുധൻ മൗഢ്യത്തിലാണെങ്കിൽ ഇതെല്ലാം കൂടുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ വളരെയധികം പ്രശ്നങ്ങളായിരിക്കും. ഇവരൊരു പക്ഷേ അറിവ് നേടിയിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് പല പല കഴിവുകൾ കാണാം. പക്ഷേ ഈ ദേഷ്യം കാരണം ഇവരുടെ ഈ കഴിവുകളെല്ലാം ഇങ്ങനെ തടസ്സപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നതിനുള്ള ഒരു സാധ്യതയും വളരെയധികമാണ്. അപ്പോൾ ദേഷ്യം നിയന്ത്രിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ പറയുന്നതെല്ലാം നമ്മൾ അംഗീകരിച്ചു കൊടുക്കാതിരുന്നാൽ മതി കുഞ്ഞുനാളിൽ തൊട്ടേ. അപ്പോൾ ആ ദേഷ്യം പതുക്കെ പതുക്കെ കുറഞ്ഞു വരും. എന്തിനും വെറുതെ അങ്ങ് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്വഭാവം കാരണം ജോലിയിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ആണെങ്കിൽ അത് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. കുടുംബജീവിതമായാലും അങ്ങനെയായിരിക്കും. ഇവരുടെ ഈ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇതുകൊണ്ടൊക്കെ ഇവർ മാസ് മീഡിയയിലും ഈ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലായാലും ഈ പ്രസ് അങ്ങനെയൊക്കെയുള്ളതായാലും പിന്നെ ഏജൻസികളില്ലേ അങ്ങനെയൊക്കെ, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്, പിന്നെ ഈ ബ്ലോഗിങ്, ഇങ്ങനെ യൂട്യൂബ്, ഫേസ്ബുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലായാലും വെബ് ഡിസൈനിങ്ങിലായൊക്കെ വളരെയധികം വിജയിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അവരങ്ങനെ വിജയിക്കുമെന്നല്ല, അതിനുള്ള കഴിവുണ്ട് ഇവർക്ക്. ബന്ധത്തിലുള്ളവരെയൊക്കെ ഇവർക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരെക്കാളും കൂടുതൽ ഗിഫ്റ്റുകളൊക്കെ കിട്ടും. അതുപോലെ ഇവർ ഇപ്പോൾ എന്തെങ്കിലും ബന്ധം സ്ഥാപിക്കുന്നത് തന്നെ എന്തെങ്കിലും സമ്മാനങ്ങൾ കിട്ടാനോ അല്ലെങ്കിൽ പണപരമായിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കാനോ ഒക്കെ ആയിരിക്കും. ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് പോലും അതിനു വേണ്ടിയായിരിക്കും. ബുധൻ വക്രത്തിലാണെങ്കിൽ കൂടുതൽ പ്രശ്നമാണ്. ഇതെല്ലാം കൂടിയിരിക്കും. അതുപോലെയാണെങ്കിൽ ഇവർ വിചാരിക്കുന്ന ഇവർ ചെയ്യുന്ന മാത്രമാണ് കറക്റ്റ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഒരു അഭിപ്രായങ്ങളും സ്വീകരിക്കാൻ ഇവർ തയ്യാറാകില്ല. ഇവർ വിചാരിക്കുന്നത് തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടിരിക്കും. അത് വലിയ കുഴപ്പമാണ്.
നല്ല ബുധനാണെങ്കിൽ വിവാഹ ജീവിതമൊക്കെ നല്ലതുമായിരിക്കും, അങ്ങനെയും ഉണ്ട്. അതുപോലെ ബിസിനസ്സിലൊക്കെ ഇവർക്ക് വളരെയധികം താല്പര്യം കാണും. അപ്പോൾ പാർട്ട്ണർമാരും ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ ഇവരുടെ ജീവിതം വളരെയധികം നല്ലതായിരിക്കും. എപ്പോഴും ഒരു കണക്ക് കൂട്ടിയുള്ള ഒരു ജീവിതമായിരിക്കും ഇവരുടേത്. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചിന്തിച്ചെടുക്കാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെ ഇവർ പല മേഖലകളിൽ ഒരേ സമയം വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് എല്ലാം മനസ്സിലാക്കാനുള്ളത് കഴിവ്, പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. അതായത് ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്നൊക്കെ പറയും, അങ്ങനെയുള്ളത്. ഇത് ഏത് ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു എന്നതിനെ അനുസരിച്ച് വ്യത്യാസപ്പെടും. മെമ്മറി ലോസ് ഒക്കെ ഉള്ള ഗ്രഹസ്ഥിതികളാണെങ്കിൽ അങ്ങനെയും വരാം. ഒരു ക്രിമിനൽ ലോയറൊക്കെ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ രാഷ്ട്രീയത്തിലുമൊക്കെ എന്ത് പറഞ്ഞ് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു പ്രവണതയുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഒക്കെ വിജയിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പതുക്കെ ചിന്തിച്ച് മാത്രമല്ലേ തീരുമാനമെടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരുപാട് സമയം പിടിക്കും. അവർ മടിയരാന്നൊക്കെ നമുക്ക് വിചാരിക്കും, പക്ഷെ അങ്ങനല്ല. ഇവർ ഈ ചിന്തിച്ച് ഇത് സമയമെടുത്ത് എല്ലാം ചെയ്യുള്ളൂ, വളരെ പതുക്കെ ചെയ്യുള്ളൂ. അതൊരു പ്രശ്നമാവും പലപ്പോഴും. ഒരു പരീക്ഷയൊക്കെ എഴുതാൻ പോവുകയാണെങ്കിൽ സമയം തികയാതെയൊക്കെ വരുന്ന പ്രശ്നങ്ങളില്ലേ, അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളിൽ കാണുകയാണെങ്കിൽ നമ്മൾ അവരിൽ സ്പീഡ് വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് സ്പീഡിൽ എഴുതാനൊക്കെ പഠിപ്പിക്കണം. അങ്ങനെയാണ്. ഇതൊരോ നക്ഷത്രങ്ങളിലാണെങ്കിലും വ്യത്യാസമാണ്. ഇപ്പോൾ കാർത്തികയിലാണെങ്കിൽ അത് ഒരു എനർജിയൊക്കെ കൂടിയിരിക്കും. രോഹിണിയിലാണെങ്കിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനെക്കുറിച്ച് നക്ഷത്രങ്ങളിൽ ഓരോരോ ഗ്രഹങ്ങൾ നിൽക്കുന്നതിനെ കുറിച്ച് പിന്നീട് വീഡിയോ ഇടുന്നതായിരിക്കും. കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, അത് നോക്കിക്കോണേ. അതുപോലെ ബുധൻ മറ്റു രാശികളിൽ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ച് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അതും ഒന്ന് നോക്കിക്കോണേ. എപ്പോഴും പറയുന്നത് പോലെ ജ്യോതിഷപാഠം എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ചെന്നാൽ ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും. പിന്നെ തിഥി ജ്യോതിഷം എന്നും പറഞ്ഞ് വേറെ ഉണ്ട്, അത് തിഥികളെ കുറിച്ചാണ്. ഏത് കാര്യങ്ങളും ഇങ്ങനെ സ്ക്രീൻ ചെയ്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് കറക്റ്റ് ആയിരിക്കുമോ അല്ലയോ, അതങ്ങനെ ചെയ്താൽ കറക്റ്റ് ആയിരിക്കുമോ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കും. ഇടവം ഒരു സ്ഥിരരാശിയല്ലേ, അവിടെ നിൽക്കുന്നത് ബുധനുമാണ്, ബുദ്ധിയുടെ ഗ്രഹമാണ്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം നല്ലതുപോലെ പ്രവർത്തിക്കും ഇവരുടേത്. അതായത് കളറ്, സെൻസ് ആയാലും സ്മെല്ലായാലും പിന്നെ ടച്ച് ആയാലും എല്ലാം നല്ലതുപോലെ പ്രവർത്തിക്കും. ഇവർക്ക് നല്ല രുചി വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അതുപോലെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ലോകത്തെ നല്ലതുപോലെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് കാണും. പക്ഷേ ഈ ബുധനൊപ്പം സൂര്യനുണ്ടെന്നിരിക്കട്ടെ, അപ്പോൾ സൂര്യൻ ഇടവൻ രാശിയിൽ നിൽക്കുന്നതിൻ്റെ ഒരു ഫലം വേറെയാണ്. ഇവർ ചിലപ്പോഴും ബുദ്ധിഹീനമായിട്ടൊക്കെ പെരുമാറാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ ഡിസിഷൻസ് എല്ലാം തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു ഇച്ചിരി തലക്കനം ഇവർക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവർക്കുള്ളതിനേക്കാളും ഇവർ മറ്റേതോ ഇവർ വലിയ രീതിയിലാണെന്നൊക്കെ ചിന്തിക്കാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ രാശിയിൽ ബുധനൊപ്പം വേറെ ഏതെല്ലാം ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്ന് നോക്കിയിട്ട് ആ ഗ്രഹങ്ങൾ ഇടവത്തിൽ നിന്നുള്ള ഫലങ്ങൾ പറയത്തില്ലേ, അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിക്കോണം. ഓർക്കുക, ഇത് പറയാൻ തന്നെ ചിലപ്പോൾ ഒരു 102 വീഡിയോയിലൊക്കെ കൂടുതൽ നമ്മൾ എടുക്കേണ്ടി വരും. ഈ ഒരൊറ്റ കാര്യം പറയാനും ഗ്രഹങ്ങൾ രാശികളിൽ നിൽക്കുന്ന കാര്യം പറയാൻ തന്നെ ചിലപ്പോൾ 2 വീഡിയോ ഒക്കെ ഇടുന്നില്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ പഠിക്കാൻ അത്രയും സമയമില്ലാത്തവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് വായിച്ചു കൊള്ളണം. ഗ്രന്ഥങ്ങളെന്ന് പറയുമ്പോൾ പലരുടെ ഈ വെബ്സൈറ്റുകളൊക്കെ പോയി അവരുടെ അഭിപ്രായങ്ങൾ വായിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഒരു എക്സ്പീരിയൻസ് ഒരു മേഖലയിലായിരിക്കും ഒരാൾ കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ വേറൊരു മേഖലയിലായിരിക്കും വേറൊരാൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പലരുടെ അഭിപ്രായങ്ങൾ നമ്മൾക്ക് ഏതാണ് നമ്മൾക്ക് അറിയാവുന്ന ഒരാളുമായിട്ട് തട്ടി നോക്കിയിട്ട് ആരുടെ അഭിപ്രായമാണോ കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അവരെ ഫോളോ ചെയ്യണം. ആ കാര്യത്തിൽ ഒരുപാടുണ്ട്, എല്ലാം പഠിക്കാൻ ഒരാൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ പലരും പല മേഖലകൾ പല രീതിയിലായിരിക്കും പഠിക്കുന്നത്. അതുകൊണ്ടാണ് പലരെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. ഇവർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സൗന്ദര്യബോധമുള്ളവരായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ആ സൗന്ദര്യം കീപ്പ് ചെയ്യാൻ ഇവർ വളരെയധികം ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ എക്സസൈസിലൊക്കെ വളരെയധികം താല്പര്യം കാണും. ഇടവൻ രാശിയിൽ ഇങ്ങനെ മെർക്കുറി നിൽക്കുന്നവർ ഇടവൻ രാശിയിൽ തന്നെ ബുധൻ വരത്തില്ലേ, ആ സമയം വളരെയധികം ശ്രദ്ധിക്കണം. കാര്യങ്ങളൊക്കെ വളരെ കെയർഫുള്ളോടുകൂടി വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ജോബിലായാലും പിന്നെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതികളിലായാലും നമ്മുടെ റിലേഷൻഷിപ്പിലെല്ലാം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ആ സമയം വളരെയധികം ശ്രദ്ധിക്കണം. അതിന് നമ്മൾ ഒരു ഗ്രഹത്തിൻ്റെ മുകളിൽ മറ്റൊരു ഗ്രഹം ട്രാൻസിറ്റ് ചെയ്യുന്ന ഫലങ്ങൾ പറയും, അത് നോക്കണം. താരഫലം നോക്കുമ്പോൾ അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അത് പ്രത്യേകം ഒന്ന് പഠിച്ചുകൊള്ളണം.
ശുക്രനുമായി നല്ലൊരു ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഇടവരാശിയിൽ ബുധനൊക്കെ നിൽക്കുന്നവർ വളരെയധികം ടാലൻ്റ് ഉള്ളവരായിരിക്കും. നല്ല ആർട്ടിസ്റ്റുകളും നല്ല പാട്ടുകാരാവാനുള്ള സാധ്യതയുണ്ട്, നല്ല ഡാൻസേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ജാതകത്തിൽ ഉണ്ടായതുകൊണ്ട് മാത്രം ആരും അങ്ങനെ ആവത്തില്ല. നമ്മുടെ ഭാഗത്തു നിന്നും അതിനനുസരിച്ചുള്ള ഹാർഡ് വർക്ക് ഉണ്ടായിരിക്കണം. ഒരാൾ ജ്യോതിഷിയാകാനുള്ള ജാതകം ഉണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം അയാളാവില്ല. വളരെ ഹാർഡ് വർക്ക് ആവശ്യമാണ്. മണ്ണെണ്ണയ്ക്കൊക്കെ തീ പിടിച്ചാൽ അത് പെട്ടെന്ന് ആളിക്കത്തും, പക്ഷെ പെട്ടെന്ന് അണിഞ്ഞു പോവുകയും ചെയ്യും. പക്ഷെ ഒരു നനഞ്ഞ തടിയോ വല്ലതും ആണെങ്കിൽ പതുക്കെ 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 കത്തത്തില്ലേ, അതുപോലെയാണ് ഇത്. നമ്മൾ പതുക്കെ 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 പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം അത് ഉപയോഗത്തിൽ വരും. അല്ലാതെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങ് നാളി കത്തിയിട്ട് അതെല്ലാം അങ്ങ് താഴ്ന്നു. പലരെയും നമ്മൾ കണ്ടിട്ടില്ലേ, അത് കണ്ടിട്ട് പറയുകയാണ്. പെട്ടെന്ന് പ്രശസ്തിയിലൊക്കെ എത്തുന്നവർ വലിയ നിലയിലാവാൻ വളരെയധികം പ്രയാസമാണ്. ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി കഠിന പ്രവൃത്തി ചെയ്യുന്നതിന്, എന്ത് കഠിന പ്രവർത്തികൾ ചെയ്യുന്നതിന് ഇവർക്ക് യാതൊരു മടിയും, എന്ന് പറഞ്ഞാൽ കഠിനമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത്, ഒരു മടിയും കാണത്തില്ല. ബുധൻ ഇടവത്തിലാണെങ്കിൽ ശുക്രനും തൊട്ടടുത്ത രാശികളിൽ കാണുമല്ലോ. അതുകൊണ്ട് തന്നെ ആ രാശികളിൽ നിന്നാലും ശുക്രന് നല്ല ഫലം നൽകുന്നത് കൊണ്ട് തന്നെ ശുക്രന്റെ ഇൻഫ്ലുവൻസ് ഇതിലെപ്പോഴും സ്റ്റഡി ആയിരിക്കും. ഇങ്ങനെ എല്ലാവരോടും വളരെയധികം ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇടപെടുന്നത് കൊണ്ട് തന്നെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗമായിരിക്കും ഇവർ. കൂടുതൽ പേരും വളരെ പൊസസീവ് ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. പിന്നെയാണെങ്കിൽ മിക്കവരും സത്യസന്ധരാകാനുള്ള സാധ്യതയുമുണ്ട്. എല്ലാവരും അങ്ങ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നവരായിരിക്കത്തില്ല. പലപ്പോഴും പറയുന്നത് പോലെ ഒറ്റ ഗ്രഹത്തിനെ വെച്ച് തന്നെ നമ്മൾ ഒരാളെ അനലൈസ് ഒരിക്കലും ചെയ്യരുത്. എല്ലാം കൂടെ എടുത്തിട്ട് കൂടുതൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ. കൂടുതൽ പേര് നല്ല ക്ഷമയുള്ളവരായിരിക്കും, വലിയ ലക്ഷ്യബോധമുള്ളവരായിരിക്കും. അതുപോലെ തന്നെയാണെങ്കിൽ പ്രാക്ടിക്കലായിരിക്കും വളരെയധികം. പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള ഇവരുടെ ക്ഷമ ഇവർ ഒട്ടും വ്യതിചലിക്കത്തില്ല. അതിൽ തന്നെ പിടിച്ചിങ്ങനെ നിൽക്കുക. അതിനുള്ള ആ ക്ഷമ വളരെ കൂടുതലാണ്. പലപ്പോഴും കള്ളം പറയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇവർ പറഞ്ഞ കാര്യം എന്താണെന്ന് ഇവർ മറന്നു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഏത് ഭാവത്തിലാണെന്ന് അനുസരിച്ചായിരിക്കും. ഇപ്പോൾ ലഗ്നത്തിലൊക്കെ ആണെങ്കിൽ അതിനുള്ള സാധ്യത കുറവും, 12-ലൊക്കെ ആണെങ്കിൽ കൂടുതലും. അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കില്ലാത്ത കാര്യങ്ങളെയൊക്കെ പെരുപ്പിച്ച് കാണിക്കാനുള്ള ഒരു ടെൻഡൻസി ഇവർക്ക് കൂടുതലായിരിക്കും. എത്ര പാവപ്പെട്ടവരായാലും പണക്കാരാണെന്നുള്ള ആ ഒരു അപ്പിയറൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള വലിയ കഴിവുണ്ടെന്ന് പറഞ്ഞാൽ സംസാരത്തിലൂടെ ആയാലും അപ്പിയറൻസിൽ കൂടെ ആയാലും ഒരു ആകർഷണ ശക്തി ഉണ്ടായിരിക്കും. എപ്പോഴും വളരെ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് ഒക്കെ നടക്കുന്നവരായിരിക്കും ഇവരിൽ കൂടുതൽ പേരും. കൂടുതൽ പേർക്ക് നല്ല ഗ്ലോയിങ് സ്കിന്ന്, അതുപോലെ തന്നെ നല്ല ആകർഷണീയമായ മുഖമൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. വാക്കുകൾ ഉപയോഗിക്കേണ്ട തരത്തിലുള്ള ജോലികൾ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഈ മേഖലകളൊക്കെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഇവർക്ക് കൂടുതൽ കംഫർട്ടബിൾ. ഏത് തരത്തിൽ കൂടെ ആയാലും, നല്ല വഴി കൂടെ ആയാലും അല്ലാതെ ആയാലും പണം സമ്പാദിക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം ഇവർക്ക് എപ്പോഴും കാണും. ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടികളില്ലേ, അവരെ ഇങ്ങനെ കേട്ട് പഠിക്കുന്നതിൽ വളരെയധികം താല്പര്യമായിരിക്കും. ഈ കാണിച്ചിരിക്കുന്നത് പോലെ സൂര്യനൊക്കെ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ വേറെ ഫലങ്ങളും വരാവേ. രാശിയിൽ 3 നക്ഷത്രങ്ങളില്ലേ, അതിലേതിലാണ് ബുധൻ നിൽക്കുന്നത് നോക്കണം. ഇപ്പം ബുധൻ കാർത്തികയിലാണെങ്കിൽ അപ്പോൾ നമ്മൾ സൂര്യൻ എവിടെയാണ് നിൽക്കുന്നത് നോക്കണം. പിന്നെ രോഹിണിയിലാണെങ്കിൽ ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത് നോക്കണം. ഇതെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ കുറച്ചൊക്കെ വ്യത്യാസം വരുവേ. ഇതെല്ലാം നമ്മൾ നോക്കണം. ഓം നമഃ ശിവായ.